എല്ലാവർക്കും നമസ്കാരം. വളരെ മനോഹരവും വ്യക്തവും കൃത്യവുമായിരിക്കുന്ന ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ ഡോക്ടർ ശ്രീജ മാഡം അവതരിപ്പിച്ചു. ഞാനൊരു അക്കാദമിഷ്യനല്ല. ഞാൻ നിങ്ങളുടെ രക്ഷിതാക്കളുടെ പക്ഷത്തു നിന്ന്, സമൂഹത്തിൽ നിന്ന് വിദ്യാഭ്യാസത്തെ നോക്കിക്കാണുന്ന ഒരു വെറും സാധാരണക്കാരനാണ്. എനിക്കിവിടെ നിൽക്കാനുള്ള യോഗ്യത നിങ്ങളുടെ അതേ പ്രായത്തിലുള്ള ഒരു മകൻ +2 കഴിഞ്ഞിട്ടിപ്പോൾ എനിക്കുണ്ട് എന്നതാണ്. അവന്റെ ചലനങ്ങളും അവന്റെ അംബീഷൻസും അവന്റെ പ്രതീക്ഷ, അവന്റെ പ്രയാസങ്ങളും എല്ലാം ഞാൻ നേരിട്ട് അനുഭവിക്കുന്നു. അതുകൊണ്ട് നിങ്ങളിലും എനിക്കറിയാം. എനിക്ക് വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. കൊച്ചു കാര്യങ്ങളിൽ നിങ്ങൾ ദൈവത്തെ കാണണം. കൊച്ചു കാര്യങ്ങളിൽ ദൈവത്തെ കാണണം. അതിനൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, അറിയാം. കൊച്ചു കാര്യങ്ങളിൽ ദൈവത്തെ കാണുന്ന ഒരു പുസ്തകം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മലയാളി എഴുതിയ പുസ്തകം. ആരും കണ്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ടോ? അതിനെ പറ്റി അറിയില്ല. ലോകത്തെ വിദേശികളിൽ നിന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ വിദേശികൾ ഏറ്റവും കൂടുതൽ അറിയുന്ന ആള് എഴുതിയ പുസ്തകമാണ്. കേട്ടിട്ടേ ഇല്ല. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ആരെഴുതിയതാണ്? യെസ്. ഇതെന്താ ആദ്യം പറയാതിരുന്നു? വെരി ഗുഡ്. അരുന്ധതി റോയ് എഴുതിയ പുസ്തകമാണ്. നിങ്ങൾ കൊച്ചു കാര്യം ഞാൻ ചോദിച്ചു കൊണ്ടെന്നെ ക്ലാസ് ഡ്രൈവിംഗ് അറിയുന്നവർ എത്ര പേര്? ഡ്രൈവിംഗ് അറിയുന്നവർ എത്ര പേര്? വളരെ ചുരുക്കം പേർക്കേ അറിയില്ല, അല്ലേ? എല്ലാവർക്കും അറിയില്ല. ഡ്രൈവിംഗ് പഠിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഡ്രൈവിംഗ് പഠിക്കാനല്ല ഇനി നിങ്ങളുടെ ജോലി. നിങ്ങൾ കോളേജ് വിദ്യാർത്ഥികളാകുമ്പോൾ ഡ്രൈവിംഗ് പഠിച്ചാൽ പോലെ ഡ്രൈവിംഗ് എന്താന്ന് പഠിക്കണം. എന്താ ഡ്രൈവിംഗ്? ഒരു യുണീക്ക് ഐഡന്റിറ്റി ഓരോ തൊഴിലിനുണ്ട്. നിങ്ങൾ ഓരോ ആൾക്കും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രൂപവും ഭാവവും ചിന്തയും ഉണ്ടല്ലോ. അതാണ് നിങ്ങളുടെ യുണീക്ക് ഐഡന്റിറ്റി. അല്ലാതെ ആധാർ കാർഡൊന്നുമല്ല. ഒരാളെ പോലെ ഒരാളും ലോകത്തില്ല. ലോകത്തെല്ലാവരും ഒരുപോലെയാണെങ്കിൽ ലോകം എന്തൊരു വികസനമാകുമായിരുന്നു. നമ്മുടെ രൂപവും ഭാവവും വ്യത്യസ്തമായതുകൊണ്ടാണ് നമുക്ക് ലോകത്തിന് സൗന്ദര്യം ഉണ്ടായത്. ആൺകുട്ടികളെല്ലാം ദുൽഖർ സൽമാനെ പോലെയും പെൺകുട്ടികളെല്ലാം ഐശ്വര്യ റോയി പോലെയും ആയിരുന്നുവെങ്കിൽ ആരും സെൽഫി എടുക്കുക. കാരണം ഇങ്ങോട്ടെടുത്താലും അങ്ങോട്ടെടുത്താലും ഒരുപോലെ ഉണ്ടാവും. നമ്മൾ വ്യത്യസ്തരായതുകൊണ്ടാണ് ലോകത്തിന് സൗന്ദര്യം ഉണ്ടാകുന്നത്. അതുപോലെ ഓരോ തൊഴിലിനും ഒരു വ്യത്യസ്തതയുണ്ട്. ഡ്രൈവിംഗിന്റെ പ്രത്യേകത അറിയാമോ? ലോകത്ത് കള്ളപ്പണി എടുക്കാൻ പറ്റാത്ത ഒറ്റൊരു പണിയുള്ളത് ഡ്രൈവിംഗ്. ഡ്രൈവിംഗ് കൊടുക്കുമ്പോൾ ഞാൻ ബ്രേക്ക് ചവിട്ടില്ല എന്ന് പറയാൻ പറ്റും. സ്റ്റിയറിംഗ് തിരിക്കാൻ മനസ്സില്ല എന്ന് പറയാൻ പറ്റും. ചെയ്യേണ്ട പണി ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട പണിയാണ് ഡ്രൈവിംഗ്. നിങ്ങളെല്ലാവരും ഇപ്പം ഈ കോളേജിന്റെ ബസ് ഓടിക്കുകയെന്ന് വിചാരിക്കാം. വിചാരമാണ് നമ്മുടെ ജീവിതം. നിങ്ങളിൽ എത്ര ഭാഗ്യവാന്മാരാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ സ്കൂളിൽ ലാബറട്ടറി എന്നുള്ള ഒരു ബോർഡ് കണ്ടല്ലാതെ എൻ്റെ അകത്തൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ലാബറട്ടറി അത് ഇയ്യോ വന്നാൽ കാണിക്കാൻ വേണ്ടി ഒരു ബോർഡ്. കെമിസ്ട്രി എടുക്കുന്ന മെയിൻ ടീച്ചർ അദ്ദേഹത്തിൻ്റെ കൈകളായിരുന്നു ലാബറട്ടറി. വിരല് കാട്ടിയിട്ട് പറയും ഇതൊരു ടെസ്റ്റ് ആണെന്ന് വിചാരിക്കുക, അതിൽ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു എന്ന് വിചാരിക്കുക, അതിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടു എന്ന് വിചാരിക്കുക. എന്ത് രാസമാറ്റം സംഭവിക്കുന്നു കാലക്കേട് നിന്നോട് ആലോചിച്ചു. എൻ്റെ വയറ്റിന്ന് സൾഫ്യൂരിക് ആസിഡ് മേടിക്കാൻ പറ്റും. ഉത്തരം അറിയില്ല. വയറ്റിന്ന് കുറച്ചത്. എന്നിട്ടും ഞാൻ ധൈര്യത്തിൽ ഉത്തരം പറഞ്ഞു. ഉത്തരം പറഞ്ഞോടനെ ടീച്ചർ ഗെറ്റ് ഔട്ട്. ഉത്തരം പറഞ്ഞാൽ തെറ്റിപ്പോയാൽ തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ പോലെ ഗെറ്റ് ഔട്ട്. നാളെ അച്ഛനെയും കൂട്ടി വന്നാൽ മതി.
ഞാൻ പറഞ്ഞു ഉത്തരം പറഞ്ഞു എന്ന് വിചാരിക്കുക എന്ന്. എല്ലാം വിചാരിക്കണം. പിന്നെ അതുകൂടി വിചാരിച്ചു. നിങ്ങളെല്ലാവരും ഇപ്പൊ ഒരു വണ്ടി ഓടിക്കുകയാണെന്ന് വിചാരിക്കുക. മനസ്സിലായോ? ഇനി കണക്ക് പറയും. ഈ കണക്ക് പറഞ്ഞിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരം ആരും പറയരുത്. ഉത്തരം അറിയുന്നവർ കൈ പൊക്കി പിടിച്ചാൽ മതി കേട്ടോ. ഈ വണ്ടി 2 കിലോമീറ്റർ ഓടിയപ്പോ അതിൽ 4 ആൾ കയറി. പിന്നെ 4 കിലോമീറ്റർ ഓടിയപ്പോൾ അതിൽ നിന്ന് 2 ആൾ ഇറങ്ങിപ്പോയി. പിന്നെയും വണ്ടി 5 കിലോമീറ്റർ ഓടിയപ്പോൾ 10 പേര് കയറി. 10 കിലോമീറ്റർ ഓടിയപ്പോൾ 5 പേര് ഇറങ്ങിപ്പോയി. ഇനിയാണ് ചോദ്യം. ഒന്നുകൂടി പറയണം. കണക്ക് 2 കിലോമീറ്റർ ഓടിയപ്പോൾ 4 പേര് കയറി. 4 കിലോമീറ്റർ ഓടിയപ്പോൾ 2 പേര് ഇറങ്ങി. 5 കിലോമീറ്റർ ഓടിയപ്പോൾ 10 പേര് കയറി. 10 കിലോമീറ്റർ ഓടിയപ്പോൾ 5 പേര് ഇറങ്ങി. ചോദ്യം ഇതാണ്, ആരും പറയണ്ട. ചോദ്യം ഇതാണ്, ആ വണ്ടിയുടെ ഡ്രൈവറുടെ വയസ്സ് എത്രയായി? ഇതാണ് ചോദ്യം. ഉത്തരം അറിയുന്നവർ കഴിഞ്ഞു. 1, 2, 3, 4, 5. ആദ്യം കൈവക്കിയത് പച്ച ഷാളത്തിന്റെ കൃത്യം സംഖ്യ പറയും. 17. ഡ്രൈവറുടെ വയസ്സ് 17. സാറ് കൈവക്കി കൃത്യസംഖ്യ പറയും. സംഖ്യ പറയുന്നു 72. അവിടെ 55. യെസ്. ഒരു വിദ്യാർത്ഥിയും ബാക്കി രക്ഷിതാക്കളും ഉത്തരം പറഞ്ഞു. വിദ്യാർത്ഥികൾ പറയാനുണ്ടോ? അവരെല്ലാം പറഞ്ഞിരിക്കുന്നത് സത്യമാണ്. അവർ പറഞ്ഞത് അവരുടെ സ്വന്തം വയസ്സാണ്. നിങ്ങളൊരു വണ്ടി ഓടിക്കുന്നതെന്ന് വിചാരിക്കുക. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. ആരെ ഡ്രൈവറപ്പോ? നിങ്ങളാണ് ഡ്രൈവർ. ഇത് സാധാരണ 3-ാം ക്ലാസ്സിലെ കുസൃതി ചോദ്യമാണ്. പക്ഷെ ഞാനിത് നിങ്ങളോട് ചോദിക്കാൻ കാരണം 2 കാര്യങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ. എന്തുകൊണ്ട് നമുക്ക് ഉത്തരം കിട്ടിയില്ല? നമ്മളൊരു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ, ഉത്തരം തെറ്റിപ്പോയാൽ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് സ്വയം കുറ്റപ്പെടുത്തലല്ല, ആ ഉത്തരം കിട്ടാത്തതിൻ്റെ കാര്യം വിശകലനം ചെയ്യാത്തത് കൊണ്ടാണ് അടുത്ത പരീക്ഷയിൽ വീണ്ടും തോക്കുന്നത്, വീണ്ടും മാർക്ക് കുറയുന്നത്. നമുക്കറിയുന്ന കാര്യം ഒന്നുകൊണ്ട് പറയാൻ പറ്റിയില്ല. 2 കാര്യം. ഒന്ന്, ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണെന്ന് ഓർമ്മയില്ല. നമ്മൾ മനുഷ്യരാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റാരോ ഓടിക്കുന്ന വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരാവരുത് നമ്മൾ. നിങ്ങൾക്ക് സ്വന്തമായ ഒരു ബുദ്ധി തന്നിട്ടുണ്ട്. ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ വഴി തുറന്നിട്ട് നിങ്ങൾ ആ വഴിയിലൂടെ ജീവിതത്തിന്റെ വണ്ടി ഓടിക്കുന്നവരാവണം. ടീച്ചർ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ കൂട്ടുകാരി ഏതാ കോഴ്സ് എടുത്ത് ആ കോഴ്സിൽ ഞാനും ചേരുന്നു. എൻ്റെ അച്ഛനും അമ്മയും എന്താ പറയുന്നത് അതിലൂടെ ഞാൻ പോകുന്നു. എൻ്റെ കുടുംബത്തിൽ പൈസ ഉണ്ടാക്കിയ ഒരാൾ ഏത് കോഴ്സ് എടുത്ത് ആ കോഴ്സിൽ ഞാനും ചേരുന്നു. നോ. എൻ്റെ ജീവിതമാകുന്ന വണ്ടി എത്ര സ്പീഡിൽ ഓടിക്കണം? ഇടത്തോട്ട് പോകണോ? വലത്തോട്ട് പോകണോ? ചിലപ്പോൾ റിവേഴ്സ് ഗിയറിൽ പോകണോ? തീരുമാനിക്കുന്ന ഡ്രൈവർ നിങ്ങളാണ്. ഈ ബോധ്യമാദ്യമില്ല. നിങ്ങളുടെ ജീവിതം മറ്റാരും പോയിട്ടില്ലാത്ത പന്താവിലൂടെ കൊണ്ടുപോകാനാണ് നിങ്ങളെ പ്രകൃതിയോ പടച്ചവനോ ദൈവമോ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അല്ലെങ്കിൽ മറ്റുള്ളവർ പോലെ നിങ്ങൾ വേണ്ടല്ലോ. മറ്റുള്ളവർ ചെയ്തത് അനുകരിക്കാൻ നിങ്ങൾ വേണ്ട. മറ്റുള്ളവർക്ക് ആർക്കും അനുകരിക്കാൻ പറ്റാത്ത ഒരു പുതിയൊരു മാർഗം നിങ്ങൾ കണ്ടെത്തണം. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ +2 കഴിഞ്ഞവരല്ലേ, നിങ്ങൾ ബാച്ചിലേഴ്സ് ആവാൻ പോവുകയാണ്. ആദ്യം ബാച്ചിലർ എന്ന വാക്കിന്റെ മലയാളം പറയാൻ പറ്റുമോ? ബാച്ചിലർ എന്ന വാക്കിന്റെ മലയാളം എന്താണ്? ചിന്തിച്ചിട്ടുണ്ടോ? ആർക്കും അറിയില്ലേ? ബാച്ചിലറിന്റെ മലയാളം എന്താ? എന്താ? നിങ്ങൾക്ക് അറിയുന്ന ഉത്തരം പറയൂ. ആർക്കും അറിയില്ല. ബാച്ചിലർ എന്ന വാക്കിന്റെ മലയാളം അവിവാഹിതർ എന്നാണ്. അറിയില്ലേ?
അതെങ്ങനെയാ? ബാച്ചുലർ ഓഫ് കൊമേഴ്സ്, ബാച്ചുലർ ഓഫ് ആർട്സ്. എങ്ങനെയാണ് ഈ ആർട്സും കൊമേഴ്സും അവിവാഹിതരാകുന്നത്? എന്താണ് അതിന്റെ കണക്ഷൻ? മനസ്സിലായിട്ടുണ്ടോ? അതാണ് എന്ത് കണ്ടാലും കേട്ടാലും അതെന്താണെന്ന് ചോദിക്കണം. രണ്ടാമത്തെ കാര്യമാണ് അതിലേക്ക് ഞാൻ വരിക. നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്തതിന്റെ രണ്ട് കാരണമുണ്ടല്ലോ. രണ്ടാമത്തെ കാരണം നിങ്ങളല്ല, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ കുഴപ്പമാണ്. നമ്മൾ ചോദ്യം വായിക്കും, ഉത്തരം പഠിക്കും. ഇത് അടിസ്ഥാനപരമായി തെറ്റാണ്. ചോദ്യം വായിക്കുക, ഉത്തരം പഠിക്കുക. ഇനി നിങ്ങൾ മാറണം. നിങ്ങൾ ചോദ്യം പഠിക്കണം, ചോദ്യം ചോദിച്ചു പഠിക്കണം, ചോദ്യം എന്തെന്ന് പഠിക്കണം, ചോദ്യം ഉണ്ടാകണം. അപ്പോഴാണ് ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നത്. ഉത്തരത്തിൽ എത്തിയാൽ മതി, ഉത്തരം പഠിക്കണ്ട. ഉത്തരത്തിലെത്തണം. ഞാനിവിടെ അൽ അമീൻ കോളേജ് എന്താണെന്ന് പഠിക്കുക. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റിട്ട് അൽ അമീൻ കോളേജ് എന്താ, എവിടെയാണ്, ഏത് പഞ്ചായത്തിലാണ്, എന്താണ് അൽ അമീൻ? ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത ലോകത്ത് എല്ലാവർക്കും വിശ്വസ്തനായ ഒരാൾ വന്നു. അതാണ് അൽ അമീൻ. മുഹമ്മദ് നബിക്ക് അങ്ങനെയാണ് അൽ അമീൻ എന്ന് പേര് വന്നത്. എന്നൊക്കെ പഠിച്ചു, വീട്ടിലിരുന്ന് പഠിച്ചു. എന്റെ ട്രെയിന് പോയി. ഞാനിവിടെ എത്തിയില്ലെങ്കിൽ എന്റെ വില പോയില്ലേ? അൽ അമീൻ കോളേജിനെ പറ്റി പഠിച്ചിട്ട് കഴിയുണ്ടാവും. ഞാനിവിടെ എത്തല പ്രധാനം. നിങ്ങൾ ഉത്തരം പഠിക്കലല്ല, ഉത്തരത്തിൽ എത്തലാണ് പ്രധാനം. ഉത്തരം സ്ഥിതി ചെയ്യുന്ന ഓരോ ഉത്തരത്തിനും ഒരു സ്പേസ് ലോകത്തുണ്ട്. ആ സ്പേസ് എങ്ങനെ കണ്ടെത്തും? അതിനാണ് +2 പഠിച്ചത്. പ്ലസ് എന്താണ് പ്ലസ്? പ്ലസ് എന്ന ചിഹ്നത്തിന്റെ അർത്ഥം അറിയാമോ? എന്താണ് പ്ലസ്? ആ ചിഹ്നത്തിൽ തന്നെ അതിന് ഉത്തരമുണ്ട്. ക്രോസ് വരയിലെ എന്താ വര? നിങ്ങൾ സ്കൂളിൽ പഠിച്ച ഗ്രാഫില്ലേ, വൈ ആക്സിസ് ആൻഡ് എക്സ് ആക്സിസ്, മനസ്സിലായില്ല? ഇത് എന്തിനെ രേഖപ്പെടുത്തുന്നു? വൈ ആക്സിസ് കാലത്തെ, എക്സ് ആക്സിസ് ദേശത്തെ. മനസ്സിലായില്ലേ? നമ്മൾ പഠിക്കുന്ന ഓരോ അറിവും കാലത്തോടും ദേശത്തോടും കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ മധ്യബിന്ദുവാണ് ആ ഉത്തരം സ്ഥിതി ചെയ്യുന്ന സ്പേസ്. ഈ വൈറൽ പ്രപഞ്ചത്തിൽ ഓരോ ഉത്തരത്തിനും ഒരു ഇടമുണ്ട്, ഒരു ബിന്ദുവുണ്ട്. ആ ബിന്ദു കണ്ടെത്തിയാൽ പിന്നെ നിങ്ങളത് മറന്നു പോകില്ല. നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ സംസ്കാരം, നിങ്ങളുടെ വസ്ത്രം, നിങ്ങളുടെ എല്ലാം ഈ കാലത്തിന്റെയും ദേശത്തിന്റെയും സ്പർശനമുണ്ട്. ഞാനിപ്പോട്ട് ഷർട്ട് ഇത് പ്ലസ് ആവുന്നത് ഇതിന്റെ വരകൾ ക്രോസ് ആവുന്നത് കൊണ്ടല്ല. ഈ ഡ്രസ്സ് കാലം തന്നതാണ്. കാട്ടാളത്വത്തിൽ നിന്ന് മാനവികതയിലേക്ക് മാറിയപ്പോ ഉടുതുണിയില്ലാതെ നടന്നിരുന്ന മനുഷ്യൻ ഇലകൾ കൊണ്ട് നാണം മറച്ചു. പിന്നീട് ത്രികോണാകൃതിയിൽ ഒരു തുണി ഉണ്ടാക്കി. അതിന് 3 കോണിനകത്തായതുകൊണ്ട് ട്രയാങ്കിൾ പിടിച്ചിരുന്നു. അതിന്റെ മലയാളമാണ് കോണകം. മനസ്സിലായി? 3 കോണിനകത്തായതുകൊണ്ട് കോണകം. ആ കോണകം മുതൽ എത്ര നെയ്ത്തു തൊഴിലാളികളും ടെക്സ്റ്റൈൽ തൊഴിലാളികളും ഫാഷൻ ടെക്നോളജി വിദഗ്ധന്മാരും കാലത്തിലൂടെ കണ്ടെത്തിയതാണ് എന്റെ ഷർട്ട്. ഇതിൽ വൈ ആക്സിസ് ഉണ്ട്. ഇതിന്റെ നൂല് എന്റെ വീട്ടിലുണ്ടാക്കിയതല്ല. ഉത്തരേന്ത്യയിലെ ചമ്പാരനിലെ പരുത്തി കർഷകർ കൃഷി ചെയ്ത പരുത്തിച്ചെടിയുടെ പൂക്കൾ പറിച്ചെടുത്തു കൊണ്ടുവന്ന് അത് പശയിൽ മുക്കി നൂലാക്കി ചായത്തിൽ മുക്കി പയ്യന്നൂർ ഖാദിയിൽ കൊണ്ടുവന്ന് നെയ്തെടുത്തതാണ് എന്റെ ഷർട്ട്. ദേശത്തിന്റെ എക്സാക്സിസ്. അപ്പൊ എന്റെ ഷർട്ട് എന്ന് പറയുന്നത് കാലത്തിന്റെ അറിവും ദേശത്തിന്റെ നൂലും ചേർന്നതാണ് പ്ലസ്. ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലയാള ഭാഷയിലാണ്. മലയാള ഭാഷ എന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മയല്ല, എൻ്റെ അച്ഛനല്ല, എഴുത്തച്ഛനുമല്ല. 9-ാം നൂറ്റാണ്ടിലെ മാമ്പള്ളി ലിഖിതം മുതൽ എത്ര കവികളും സാഹിത്യകാരന്മാരും പണ്ഡിതന്മാരും തൂലികത്തുമ്പിലൂടെ, നാരായത്തുമ്പിലൂടെ, നാവിൻ തുമ്പിലൂടെ, പേനത്തുമ്പിലൂടെ കൊണ്ടുവന്നതാണ് ഈ ഭാഷ. ഈ ഭാഷയിൽ കാലമില്ലേ? ഈ ഭാഷ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് എൻ്റെ കണ്ഠത്തിൽ നിന്ന് വരുന്ന സ്വരവേടകത്തിൽ നിന്ന് വരുന്ന ശബ്ദോർജം കൊണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. ആ ശബ്ദോർജം
എന്താണ് ശബ്ദോർജ്ജം ഇവിടുന്ന് പുറപ്പെട്ട അത് ദേശത്തുനിന്ന് കിട്ടിയതാ. ഏത് ദേശത്തുനിന്നാണ്? എന്റെ ശബ്ദോർജ്ജം എനിക്ക് കിട്ടിയത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. എന്റെ ശബ്ദോർജ്ജം കിട്ടിയത് ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ വർഷം ഉദിച്ച സൂര്യന്റെ പ്രകാശോർജ്ജമാണ് ഈ ശബ്ദോർജ്ജം. കഴിഞ്ഞ വർഷം ആന്ധ്രയിൽ സൂര്യൻ ഉദിച്ചപ്പോ അവിടുത്തെ കർഷകർ വയലിൽ നട്ട നെൽച്ചെടിയുടെ നെല്ലോലകൾ ആ സൂര്യപ്രകാശത്തെ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി ഫോട്ടോസിന്തസിസ് നടത്തി കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി അന്നജമുണ്ടാക്കി നെല്ലിന്റെ കതിരിനുള്ളിൽ പാല് രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച അരിമണികൾ കാറ്റേറ്റ് വെയിലേറ്റ് വിളഞ്ഞപ്പോ അവിടുത്തെ കർഷകർ കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി മില്ലിക്കൊണ്ട് കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടി ഗുഡ്സ് ട്രെയിനിൽ ഹൈദരാബാദിൽ കയറ്റിയ സെക്കന്ദരാബാദ്, വിജയവാഡ, സേലം, ഈറോഡ്, കോയമ്പത്തൂര്, പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂര്, പട്ടാമ്പി, കുറ്റിപ്പുറം, തിരൂര്, താനൂര്, പരപ്പനങ്ങാടി, ഫറൂഖ്, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, മാഹിപ്പാലം, തലശ്ശേരി, മുഴപ്പിലങ്ങാട് FCI ബോർഡുകളിൽ കൊണ്ടുവന്ന് അവിടുന്ന് കണ്ണൂരിൽ നിന്നും വയനാട്ടിലേക്ക് മാനന്തവാടിക്ക് പോകുന്ന വഴിയിൽ ചിറ്റാരിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തെ വാസുവിന്റെ റേഷൻ കടയിൽ കൊണ്ടുവന്ന് അരി എന്റെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അരച്ച് ചുട്ട 3 ദോശ എനിക്ക് പാർസലാക്കി തന്നത് ഞാൻ ഷൊർണൂരിൽ വെച്ച് കഴിച്ചതിന്റെ ഊർജ്ജം കൊണ്ടാ എന്റെ സ്വനവേടകം പ്രവർത്തിക്കുന്ന ഈ ഊർജ്ജം നിങ്ങൾ കേൾക്കുന്നത്. ദേശത്തിൽ നിന്ന് കിട്ടിയ ഊർജ്ജമാണ്. കാലത്തിൽ നിന്ന് കിട്ടിയ ഭാഷയും ദേശത്തിൽ നിന്ന് കിട്ടിയ ഊർജ്ജവും ചേർന്നതാണ് ഞാനിപ്പോ പറയുന്ന ഈ എന്റെ ഭാഷണം. പ്ലസ്സാണ്. മക്കളെ, നിങ്ങളുടെ അറിവുകളെ പ്ലസ് ആക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നശിച്ചു. നിങ്ങളുടെ അറിവുകളെ നിങ്ങളുടെ കാലത്തോടും ദേശത്തോടും കണക്ഷനാക്കണം. അങ്ങനെ കണക്ഷനാക്കണമെങ്കിൽ ഓരോ അറിവും എന്തെന്ന് ചോദ്യങ്ങൾ ബാച്ചിലർ എന്താണ് എന്ന ചോദ്യം ഇവരെ ചോദ്യം ചോദിക്കുന്ന കുട്ടിയാണ്. അതാണ് പറഞ്ഞത്, ചോദ്യം പഠിച്ചിരുന്നുവെങ്കിൽ നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുക്കില്ലേ? നിങ്ങളെല്ലാവരും ഒരു വണ്ടി ഓടിക്കുക എന്ന് വിചാരിക്കുക എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആ ഭാഗം നിങ്ങൾ നെഗ്ലക്ട് ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ 3-4 ആളെ വെച്ച് മറ്റുള്ളവർക്ക് ഉത്തരം കിട്ടാഞ്ഞത്. ചോദ്യം ചോദിക്കുന്ന കുട്ടിയാണ്. അധ്യാപകൻ പറയുന്നത് കേട്ടിട്ട് പോകാനല്ല വിദ്യാർത്ഥി. അധ്യാപകൻ പറയുന്നതിന്റെ അപ്പുറത്ത് അധ്യാപകനാവുന്നപ്പോൾ എന്നറിയോ? തനിക്കറിയുന്നത് മുഴുവൻ വിദ്യാർത്ഥിയെ പഠിപ്പിച്ച അധ്യാപകനാവില്ല. അതിവ്യാപനം നടക്കണം. കുട്ടി അതിവ്യാപനം നടക്കണം. അധി എന്ന് പറഞ്ഞാൽ എന്താ? കൂടുതലാണ്. 2024 അധിവർഷമാണ്. അതുകൊണ്ടാണ് ഫെബ്രുവരി മാസം 28-ന് പകരം 29 ഉണ്ട്. അതുകൊണ്ട് 366 ദിവസം കൂടിക്കൊല്ലം. അതുകൊണ്ട് അതിവർഷമാണ്. അധി എന്ന് പറഞ്ഞാൽ പ്ലസ്, കൂടുതൽ. മനസ്സിലായോ? അധി എന്ന് പറഞ്ഞാൽ പ്ലസ്. വ്യാപകൻ, യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അരേ കുട്ടിയെ തനിക്ക് അറിയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കണം. ഭാഷക്കറിയെന്ന് പറഞ്ഞാൽ പോരാ, അതിന് ചോദ്യങ്ങൾ ചോദിക്കണം. നിങ്ങളെല്ലാവരും സ്കൂളിൽ പഠിച്ചവരല്ലേ? ആഴ്ചകൾ 7 എന്നല്ലേ പഠിപ്പിച്ചത്? അല്ലേ? ആഴ്ചകൾ 7. ചെറിയ പ്രായത്തിൽ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, പിന്നെ വ്യാഴം, വെള്ളി, ശനി എന്ന് പഠിച്ചു. 7ന്റെ കണക്കറിയുന്ന ആരും മുമ്പ് എങ്ങനെയാണ് 7 ആഴ്ച വന്നത്? 7 ആഴ്ച എങ്ങനെയാണ് വന്നെന്നുള്ള കണക്ക് പറഞ്ഞാൽ 5 റുപ്യ കിട്ടുന്നത്. എന്താണ് 7ന്റെ കണക്ക്? ചോദിച്ചോ ഇതുവരെ? നിങ്ങൾ പഠിക്കാത്ത നമ്മുടെ കുറ്റമല്ല, നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, നിങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടില്ല. 7ന്റെ കണക്ക് എങ്ങനെ വന്നു? പോട്ടെ, അത് വിടും. മണിക്കൂറിന് 60 മിനിറ്റ് അല്ലേ? ഈ 60 ആവാൻ കാരണം എന്താ? 60ന്റെ കണക്കറിയുന്നവരായിരുന്നോ? നിങ്ങൾ സയൻസ് പഠിച്ചിട്ടില്ലേ? ഇതുവരെ ചോദിച്ചോ എന്താ ഭാഷ 60 എന്താ മുമ്പാവന്നെ അറിയാമോ? ഇല്ല. പോട്ടെ, അത് വിട്ടേക്ക്. ഒരു ദിവസത്തിന് 24 മണിക്കൂറുണ്ടല്ലോ. ആ 24 മണിക്കൂർ എങ്ങനെ നിശ്ചയിച്ചു? അതെന്താ 25 24ന്റെ കണക്കെന്താ? ചോദിച്ചിട്ടുണ്ടോ? ഇതൊക്കെ മാഷന്മാർ പറഞ്ഞതെന്ന് നമ്മൾ മാഷക്കല്ലാതെ ഉത്തരം അറിയണമെന്നില്ല. പക്ഷെ ചോദ്യം ചോദിച്ചില്ല, ഉത്തരം പറയാതെ ചോദ്യമാണ് പ്രധാനം. ഇപ്പൊ ഇംഗ്ലീഷ് മാസങ്ങളല്ലേ നമ്മൾ അനുവർത്തിക്കുന്നത്? ഇംഗ്ലീഷ് മാസത്തിൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ അല്ലേ?
ഇല്ലേ? സപ്തം അഷ്ടം നവം ദശം. സംസ്കൃതത്തിലെ പേരെങ്ങനെയാ ഇംഗ്ലീഷ് മാസത്തിൽ വന്ന്? സപ്തംബർ സപ്തം, അഷ്ടോബർ ഒക്ടോബർ, നവം 9 അല്ലേ? നവംബർ, ദശം 10, ഡിസംബർ. പക്ഷേ മാസം അങ്ങനെയല്ല. സപ്തംബർ 9-ാം മാസം, 7-ാം മാസം അല്ല. ഒക്ടോബർ 8-ാം മാസം അല്ല, 10-ാം മാസമാണ്. നവംബർ 9-ാം മാസം അല്ല, 11-ാം മാസമാണ്. ഡിസംബർ 10-ാം മാസം അല്ല, 12-ാം മാസമാണ്. പക്ഷേ പേരെങ്ങനെ ഒരുപോലെ വന്നു? അന്വേഷിക്കുക. ഇനി നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഇതുവരെ ഭാഷ പറഞ്ഞു കേട്ട് നടന്നോ? ഇനി നിങ്ങൾ പറയണം, നിങ്ങൾ ചിന്തിക്കണം എന്താണ്. അപ്പോഴാണ് നിങ്ങൾ ബാച്ചലറാകുക. മനസ്സിലായത്? നാഥനാവാം. പിന്നെ നാഥനായ ഭർത്താവ്, ഭർത്താവായ നാഥനായി, ഒരു വിഷയത്തിന്റെ നാഥനായി. പക്ഷെ നാഥനാകുന്നതിന് മുമ്പ് ആ പെണ്ണിനെ പറ്റി പഠിക്കണം, ചെക്കനെ പറ്റി നന്നായി പഠിക്കണം. പെട്ടെ ആരാണ് ബാച്ചലർ? ഇവിടെയുള്ള LP സ്കൂളിലെ കുട്ടികളെല്ലാം ബാച്ചലേഴ്സ് ആണ്. ആരും പറയാം? LP സ്കൂളിലെ കുട്ടികളെല്ലാം ബാച്ചലേഴ്സ് ആണ്. അവിവാഹിതരല്ലേ? പറയില്ല. ആരെയാ അവിവാഹിതരെന്ന് പറയാ? വിവാഹം കഴിക്കേണ്ട പ്രായം എത്തിയിട്ടും വിവാഹിതരാകാത്തവരെയാണ് ബാച്ചലേഴ്സ് എന്ന് പറയുക. നിങ്ങൾ മാസ്റ്റർ ആവാൻ, MCom എടുക്കാൻ, MSc എടുക്കാൻ, MBA എടുക്കാൻ ഏതാണ്ട് ആയിട്ടുണ്ട്, പക്ഷേ എടുത്തിട്ടില്ല. അതാ ബാച്ചലർ. മനസ്സിലായോ? ഹസ്ബൻഡ് ആവാനായിട്ടുണ്ട്, നിശ്ചയം കഴിഞ്ഞു, പക്ഷെ രജിസ്ട്രേഷൻ നടന്നിട്ടില്ല. അതാണ് ബാച്ചലർ. അവിവാഹിതരാകുന്നത്. നിങ്ങൾ അതിന്റെ നാഥനാവണം, അറിവിന്റെ നാഥനാവണം. ചോദ്യങ്ങൾ ചോദിക്കണം, അന്വേഷിച്ചു കൊണ്ടിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം മനുഷ്യനായിട്ട് ജനിച്ചത് കുറേ തിന്നാനും കിടന്നുറങ്ങാനും വിസർജിച്ചു കൂട്ടാനും മക്കളെ ഉണ്ടാക്കാനും വേണ്ടിയാണെന്ന് ധരിച്ചു പോയ കുറേ ബുദ്ധികൾ ഈ ലോകത്തുണ്ട്. അതെല്ലാം മൃഗങ്ങൾ ചെയ്യുന്നില്ലേ? അത് ചെയ്യാൻ നമ്മളെന്തിനും മനുഷ്യന് ഒരു ടെൻഷനില്ലാതെ മൃഗങ്ങൾ ജീവിക്കുന്നില്ലേ? നമ്മൾ മനുഷ്യരായി പണിയെടുക്കുന്നില്ല. നമുക്ക് 90 വയസ്സ് വരെ ജീവിക്കുന്നത് വിചാരിക്കും. 75 കൊല്ലവും മൃഗത്തിന്റെ പണിയാണ് നമ്മൾ എടുക്കുന്നത്. 75 വർഷം മൃഗത്തിന്റെ പണിയാണ്. 35 വർഷം നമ്മൾ ഉറങ്ങുന്നില്ലേ? ടോട്ടൽ 35 വർഷം നിർത്താതെ ഉറങ്ങുന്നത് നമ്മൾ. പക്ഷെ അത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഉറങ്ങുന്നത് മനസ്സിലാവുന്നില്ല. 24-ൽ 8 മണിക്കൂർ ഡെയിലി ഉറങ്ങുന്നില്ലേ? അപ്പൊ 3-1 90-ന്റെ 3-1 എത്രയാ? 30 30 വർഷം. ചെറിയ കുട്ടിയായിരിക്കുമ്പോ എക്സ്ട്രാ ഉറങ്ങില്ലേ? ഒരു 60-70 വയസ്സ് കഴിഞ്ഞാൽ എക്സ്ട്രാ ഉറങ്ങില്ലേ? അപ്പൊ 5 കൊല്ലം എക്സ്ട്രാ കിട്ടും. 35 കൊല്ലം ഉറക്കാം. അപ്പൊ ബോധത്തോടെ നമ്മൾ ഈ ഭൂമിയിലുള്ളത് 55 വർഷം. 90 വയസ്സ് വരെ ജീവിക്കുന്നവർ ബോധമുള്ളത് ഞാനിങ്ങനെ ഒരാളുണ്ട് എന്ന് ലോകത്തെ എനിക്ക് തോന്നുന്നത് 55. ഉറങ്ങുമ്പോൾ നമ്മളുണ്ട്, നമ്മൾ അറിയുന്നില്ലല്ലോ. 55 വർഷമാണ് നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ട് എന്നറിയുന്നത്. ഈ 55 വർഷത്തിൽ ഭക്ഷണത്തിന് മാത്രം 10 വർഷം ഉപയോഗിക്കുന്നു. ഭക്ഷണം വാങ്ങാൻ, ഉണ്ടാക്കാൻ, പാചകം ചെയ്യാൻ, വിളമ്പാൻ, കഴിക്കാൻ, കൈ കഴുകുക, പാത്രം കഴുകാൻ, പല്ലിനുള്ള കൂടിയ കുത്തിയെടുക്കാൻ, എല്ലാം കൂടി ഒരാഴ്ച 10 കൊല്ലം തിന്നാൻ മാത്രം എനിക്കുണ്ട്. അതിൽ കൂടുതലുള്ള ആളുകളുണ്ട്. ഞാൻ മിനിമം പറഞ്ഞു. ഇനി 45 ബാക്കിയുള്ളൂ. പകുതി പോയോ? 90-ൽ പകുതി പോയി. 10 വർഷം ടോയ്ലറ്റിൽ, കംഫർട്ട് സ്റ്റേഷനില്ല, കുളിക്കാനും ടോയ്ലറ്റിൽ 10 വർഷം. സത്യം പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരണ്ട. ഇയാളെന്താ ടോയ്ലറ്റിന്റെ കാര്യം പറയുന്നത്? നമ്മളും പ്രധാനമന്ത്രി ഒരേ തരക്കാരാ. ഉറക്കം തൂങ്ങുമ്പോൾ എന്ന കുഞ്ഞിന്റെ ഭാഷയിൽ കവിതയുണ്ട്. ഉറക്കം തൂങ്ങുമ്പോൾ നമ്മളും പ്രധാനമന്ത്രിയും കണക്കാ. പ്രധാനമന്ത്രി നല്ല ക്രമേലും നമ്മൾ ലോ ക്ലാസ് ആയിട്ട് ഉറക്കം തൂങ്ങുമ്പോൾ ഇല്ല. ഉറക്കം തൂങ്ങിയല്ല കണക്കാ. നമ്മുടെ ശരീരം കൊണ്ട് എല്ലാ മനുഷ്യരും ടോയ്ലറ്റ് പോട്ടെ. എല്ലാ മനുഷ്യർക്കും ശാരീരികമായ ആവശ്യങ്ങളുണ്ട്. 10 വർഷം ടോയ്ലറ്റില്ല. കണ്ടില്ല. നിങ്ങളുടെ രക്ഷിതാക്കളും അത്ര സമയം തന്നില്ല. കാരണം അന്ന് യൂറോപ്യൻ ക്ലോസറ്റ് ഇല്ല. മുട്ടുമടക്കിയിരിക്കണം. മുട്ടുവേദനിച്ച് വേദനിച്ചു.
ഇപ്പൊ സ്റ്റൂളുകളിൽ ഇരിക്കുമ്പോൾ സുഖമായി ഇരിക്കാം. അവിടെ ഇരിക്കാൻ പല ചെറുപ്പക്കാരും ഡൗൺലോഡ് ചെയ്യുന്നത് മൊബൈലിൽ. മേലെ നിന്ന് ഡൗൺലോഡ്, താഴെ നിന്ന് ഡൗൺലോഡ് അല്ലേ? ഇനി എത്രയാ ബാക്കി? 35 ബാക്കി. ആ 35 വർഷത്തിൽ 10 വർഷം അസുഖമായി കിടക്കും, പലവിധ ക്ഷീണങ്ങൾ വന്നിട്ട് കിടക്കുന്നു. ഇനി 25 ബാക്കി. ആ 25-ൽ 10 വർഷം നമ്മളെ മേക്കപ്പ് ചെയ്യാൻ, മുടി ചെയ്യാൻ, പൊട്ട് തൊടാൻ, പൗഡർ ഇടാൻ, പുരികം പൊരിക്കാൻ, മീശ കട്ടിയാൻ, ഷേവ് ചെയ്യാൻ ഒക്കെ നമ്മളെ ഒരുക്കാൻ വേണ്ടി മാത്രം 10 വർഷം. ഇനി എത്രയാ ബാക്കി? 15 വർഷം. ഈ 15 വർഷവും ഇതും നോക്കി ഇരുന്നിട്ട് നമ്മുടെ ജീവിതം നശിപ്പിക്കണം. അടുത്ത ജന്മത്തിൽ നമുക്കൊന്ന് നോക്കാം എന്നാൽ അടുത്ത ജന്മം ഉറപ്പുണ്ടോ? ഇല്ല. ആരും അന്ന് പോയിട്ട് എന്താ അവസ്ഥ എന്നോട് പറഞ്ഞാൽ പറ്റില്ല. ഈ ജന്മം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു മഹാഭാഗ്യമാണ്. മഹാഭാഗ്യം. ആ ഭാഗ്യം, ഈ നിങ്ങൾ ദൈവവിശ്വാസികളാണെങ്കിൽ ദൈവത്തിന്റെ വരമാണ് നമ്മുടെ ജീവിതം, അല്ലേ? എന്നിട്ട് പിന്നെയും ദൈവത്തിന്റെ പുറകെ നടന്നിട്ട് അതുകൊണ്ട് ഇതിങ്ങെടുക്ക്. കഴിഞ്ഞ SSLC റിസൾട്ട് വരുന്ന ദിവസം ഈ 8-ാം തീയതി എൻ്റെ നാട്ടിൽ ഒരു നീലക്കരിങ്കാളി അമ്പലമുണ്ട്. മകൾ പ്രശസ്തമായ അമ്പലം. ഞാൻ അതിന്റെ മുന്നിലൂടെ കാറ് പിടിച്ച് വരുമ്പോൾ ഭയങ്കര തിരക്ക് അമ്പലത്തിൽ രാവിലെ. ഞാൻ അവിടുത്തെ വാദ്യക്കാരൻ, എൻ്റെ സുഹൃത്താണ്. ഞാൻ വിളിച്ചു ചോദിച്ചു, എന്താ ഇന്ന് അമ്പലത്തിൽ വിശേഷം? അപ്പോൾ അവൻ പറഞ്ഞു, ഇന്ന് SSLC റിസൾട്ട്. കുട്ടികളെല്ലാം വന്നിട്ട് 50, 100, 500 ഇട്ടിട്ടാണ് ഫുൾ എ പ്ലസ് വേണേ. ഞാൻ കാറൊന്ന് പൊട്ടിച്ചിരിച്ചു പോയി. അപ്പൊ എൻ്റെ മകനുണ്ട് കാർ. അച്ഛനെന്തിനാ ചിരിച്ചേ ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീലക്കരിങ്കാലിന്റെ സ്ഥിതി ആലോചിച്ച് ചിരിച്ചത്. കാരണം ഇവന്റെ പേപ്പർ വാല്യുവേഷൻ 3 ആഴ്ച മുമ്പ് കഴിഞ്ഞതാണ്. അത് മുഴുവൻ കടലാസിലേക്ക് ടാബുലേഷൻ നടത്തി കമ്പ്യൂട്ടർ അടിച്ചു കയറ്റി 3 ആൾ ചെക്ക് ചെയ്തു. ഒരു തെറ്റുണ്ടോ നോക്കി. ഇന്ന് വൈകുന്നേരം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ്റർ ബട്ടൺ അമർത്തിയാൽ അത് നെറ്റിൽ അപ്ലോഡ് ആകും. അപ്പൊ ഇവ കൊണ്ടുപോയി 500 പ്രാർത്ഥിച്ചതിന്റെ പേരിൽ നീലക്കരിങ്കാളി റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ വന്ദേ ഭാരത് പോകണം. അവിടുന്ന് കമ്പ്യൂട്ടറിന്റെ അകത്തുള്ള ഈ മാർക്ക് തിരുത്തണമെങ്കിൽ അതിന്റെ പാസ്വേഡ് അറിയണ്ടേ? പാസ്വേഡ് ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ കയറണമെങ്കിൽ ഹാക്ക് ചെയ്യണം. കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്ത് അകത്ത് കയറിയിട്ട് ഇവൻ എഴുതാത്തതിന് മാർക്കിട്ട് കൂട്ടിയിട്ട് A+ ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണോ ദൈവം? ആണോ? ഈ പണിയൊന്നുമല്ലല്ലോ ദൈവത്തിന്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശരീരം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. വലിയൊരു ലക്ഷണത്തിലൂടെ നമ്മളെ കാട്ടുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അവയവം, ഏറ്റവും ഉറപ്പുള്ള എല്ല് കൊണ്ട് അത് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ഏറ്റവും ഉറപ്പുള്ള എല്ലാതാണ് സ്കല്ലാണ്, തലയൊട്ടിയാണ്. ആ തലയൊട്ടി കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏറ്റവും അപ്രധാനമായ അവയവം ഏതാണ്? പ്രകൃതി പറയുന്നു, അപ്രധാനമായ അവയവത്തിന് ഞാൻ എല്ലുകൊണ്ട് പൊതിഞ്ഞിട്ടില്ല, വെറും ഇറച്ചി കൊണ്ട് വെച്ച്. വയറ് എല്ലില്ല, വെറും ഇറച്ചി. ഈ അവയവമാണോ പ്രധാനം? അത് നോക്കിയിട്ടാണ് നിങ്ങൾ മനുഷ്യനാണോ മൃഗമാണോ തീരുമാനിക്കുന്നത്. ഈ അവയവം പ്രധാനമാണെങ്കിൽ, ഈ ചോറ പ്രധാനമെങ്കിൽ നിങ്ങൾ ഇരുവിനോ പശുവായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. ഇഷ്ടംപോലെ തിന്നാലോ. എന്നാൽ അതൊരു ചാണയെ നമുക്ക് തന്നിട്ടുണ്ട്. ഏറ്റവും മേലെ ഉയർത്തി വെച്ചിരിക്കുന്ന ഈ അവയവമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എങ്ങനെയാണ്? ഇന്ന് നിങ്ങൾ മനുഷ്യനാവുന്നതാണ്. ഇന്നലെ വരെ നിങ്ങൾ മനുഷ്യനായതുകൊണ്ട് ഇന്ന് നിങ്ങൾ മനുഷ്യനാവില്ല. പിന്നെയോ, ഇന്ന് മനുഷ്യത്വം എന്ന് പറയുന്നത്, മാനവികത എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ടെൻസ് അല്ല, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നിങ്ങളുടെ അച്ഛനും അമ്മയും മനുഷ്യരായതുകൊണ്ട് നിങ്ങൾ മനുഷ്യരാവില്ല. നിങ്ങൾ ഇന്ന് മനുഷ്യത്വത്തോടെ എന്തെങ്കിലും ചെയ്തോ? എന്തെങ്കിലും ഒന്ന് പുതിയത് അന്വേഷിച്ചോ? പുതിയത് കണ്ടെത്തിയോ? പുതിയത് പഠിച്ചോ? അതാണ് നിങ്ങൾ പ്ലസ് ചെയ്യണം. പ്ലസ് ചെയ്യണമല്ലാതെ പക്ഷിമൃഗാദികളൊന്നും പ്ലസ് ചെയ്തിട്ടില്ല. മനുഷ്യന് ഭൂമിയിൽ ഉണ്ടാകുന്നതിന് 10 ലക്ഷം വർഷം മുമ്പ് ആനകളിൽ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ആ ആന അന്നും ഇന്നും എന്നും ഒരുപോലെ ജീവിക്കുക, ഒരു മാറ്റമില്ല. ഒരു ട്രൗസർ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതിനിതുവരെ ഒന്നും പ്ലസ് ചെയ്തിട്ടില്ല. നിങ്ങളും അതുപോലെ ഒന്നും പ്ലസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മൃഗത്തിന്റെ ലിസ്റ്റിലാണ്.
ഇന്നലെ ഇല്ലാത്തത് എന്തെങ്കിലും ഒന്ന് ഇന്ന് ചിന്തിക്കുകയോ പഠിക്കുകയോ അന്വേഷിക്കുകയോ ക്രിയേറ്റീവായിട്ട് ചെയ്യുകയോ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ ഇന്ന് മനുഷ്യരായി ജീവിക്കാൻ അർഹതയുള്ളൂ. മനസ്സിലാക്കുക. അതുകൊണ്ട് അതിയാപനം നടത്തണം. അലക്സാണ്ടർ ഗ്രഹാം ബെൽ അതിവ്യാപനം നടത്തിയത് കൊണ്ടാണ് ഞാൻ എല്ലാം പറയുമ്പോൾ നിങ്ങൾ ഉച്ചത്തിൽ കേൾക്കുന്ന ഈ മൈക്രോഫോണും മൊബൈൽ ഫോണും ഒക്കെ ഉണ്ടായത്. തോമസ് ആൽവ എഡിസൺ അതിവ്യാപനം നടത്തിയത് കൊണ്ടാണ് ബൾബ് കത്തുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് അതിവ്യാപനം നടത്തണം. അതിന് നിങ്ങൾക്ക് കരുത്ത് തരാനുള്ള മെന്റർമാരാണ് അധ്യാപകർ. മനസ്സിലായി? അല്ലാതെ ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിക്കലല്ല. നമുക്ക് ബേസിക് ആയിട്ട് പലതും അറിയില്ല എന്ന് ഇന്ന് മനസ്സിലായില്ലേ? ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. തേനുണ്ടാക്കുന്നത് ആരാ? തേനുണ്ടാക്കുന്നത് ആരാ? സിമ്പിൾ ചോദ്യം. തേനുണ്ടാക്കുന്ന ആരാ പറഞ്ഞു? തേനീച്ച അല്ലേ? ആ, തെറ്റാണ്. ഇതുവരെ തേനീച്ച ഒരു തുള്ളി തേനുണ്ടാക്കിയിട്ടില്ല. തേനുണ്ടാക്കാൻ പൂക്കൾക്ക് കഴിയും. പിന്നെ തേനീച്ച എന്ത് ചെയ്യുന്നു? തേനീച്ച പൂവിലിരിക്കുന്ന തേനിനെ കൊണ്ടുവന്നിട്ട് അത് തേൻവലിയിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്യുന്നത്. പക്ഷേ പൂവിലെ തേനുകളെല്ലാം മണ്ണിലേക്ക് അടിഞ്ഞു പോയിട്ട് മണ്ണിന് മധുരമില്ലാത്തത്. എല്ലാ തേനീച്ച കുടിക്കുന്നില്ലല്ലോ. തേനീച്ചകളും പൂമ്പാറ്റകളും ഈ ഭൂമിയിൽ ഉണ്ടായിട്ട് 2 കോടി വർഷമായിരുന്നു. അതിന് 10 കോടി വർഷം മുമ്പ് പൂക്കളി ഭൂമിയിലുണ്ട്. ആ പൂക്കളിലെ തേൻ ആരും കുടിച്ചിരുന്നില്ല. എന്നിട്ട് ഈ കോടാനുകോടി ലിറ്റർ തേന് ഭൂമിയിൽ വീണിട്ടും ഭൂമിക്ക് മധുരമില്ലാത്തത് തേന് 2 ദിവസം കൊണ്ട് കെട്ടുപോകുന്ന ഒരു സാധനം. ഏതൊരു ഭക്ഷ്യവസ്തു പോലെ 2 ദിവസം കൊണ്ട് കെട്ടുപോകും. പക്ഷെ നമുക്ക് കിട്ടുന്ന തേന് കെട്ടുപോകുന്നില്ലല്ലോ. അത് തേനീച്ച ആ തേന് ശേഖരിച്ച് അപ്പടി തേൻവലിയിൽ കൊണ്ടുപോയി വെച്ചാൽ കെട്ടുപോകും. ആ തേന് സ്വന്തം എൻസൈം ചേർത്ത് കുടിച്ച് ദഹിപ്പിച്ചിട്ടാണ് തേൻവലിയിൽ കൊണ്ടുപോയി വെക്കുന്നത്. അപ്പൊ അത് ഔഷധഗുണമുണ്ടാകും ഏറെ കാലത്ത്. നിങ്ങളാണ് തേനീച്ചകൾ. നിങ്ങൾ തേനീച്ചകളാണ്. പൂക്കളെന്ന് പറയുന്നത് പുസ്തകങ്ങളാണ്. തേനാണ് അറിവ്. ആ അറിവ് ശേഖരിച്ച് അപ്പാട് കൊണ്ടുവച്ചിട്ട് ഒരു കാര്യമില്ല. അതിൽ നിങ്ങളുടെ അനുഭവം, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ വ്യക്തിത്വം അതിൽ ചേർക്കണം. അതിൽ ചേർത്തിട്ട് അത് സ്വന്തം തേനാക്കിയിട്ട് സ്വന്തം അറിവാക്കി മാറ്റണം. അങ്ങനെ മാറ്റുമ്പോഴാണ് നിങ്ങളുടെ അറിവ് നിങ്ങൾക്ക് ഏറെ കാലം നിൽക്കുന്നതും ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതും. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അവരുടെ രക്ഷിതാക്കളെ, നമ്മളിങ്ങനെ പഠിക്കുന്ന സമ്പ്രദായം ഒഴിവാക്കണം. എന്തിനു? ചോദ്യം വായിക്കുക, ഉത്തരം പഠിക്കുക, മാറ്റണം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും കൊണ്ടിരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ചോദ്യം എന്താണെന്ന് ഒരു ആകാംക്ഷ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലേക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വലിഞ്ഞു വരുന്നത് എന്താണെന്നറിയാം? സിറിഞ്ചിലേക്ക് മരുന്ന് വലിഞ്ഞു കയറുന്നത് എന്തുകൊണ്ടാണ്? പിറകിൽ നിന്ന് പിസ്റ്റൺ വലിച്ചെടുക്കുമ്പോൾ അവിടെ വാക്വം ക്രിയേറ്റ് ചെയ്തു. ആ വാക്വത്തിലേക്കാണ് ഈ മരുന്ന് മേലോട്ട് കയറുന്നത്. നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ തലയിൽ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യുന്നു. ഉത്തരത്തെ സ്വീകരിക്കാൻ ഒരു ഫയൽ തുറക്കില്ലേ? അത് വേക്കൻ്റായി കിടക്കുന്നിടത്തോളം ഉത്തരം വലിച്ചെടുക്കും. ഒരു ഉദാഹരണം കാണിച്ചു. ഒരു ഉദാഹരണം വാക്വത്തിന്റെ കരുത്ത് ഞാൻ കാണിച്ചു തരാം. ഒരു ഗ്ലാസ് വെള്ളം കൂടെ കൊണ്ടുവച്ചു. ഇതെനിക്ക് കുടിക്കാൻ വേണ്ടി വെച്ചു. ഇതെന്റെ കയ്യിൽ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നു ഇല്ലേ? ഇതെന്റെ കയ്യിൽ കമഴ്ത്തി വെച്ചാൽ പോകും. വെള്ളം മറിഞ്ഞു പോകുന്നില്ല. ഈ വെള്ളം എന്റെ കയ്യിൽ കമഴ്ത്തി വെച്ചിട്ട് മറിഞ്ഞു പോകുന്നില്ല. ഇതിങ്ങനെ പിടിച്ചിട്ട് പോകുന്നില്ല. എന്താണ് ഇവിടെ നടന്നത്? ഇവിടെ എന്താ നടന്നത്? ഞാൻ മേജിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു അഭ്യാസം കൊണ്ടുവന്നില്ല. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് വെച്ചു. അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ട് കൊണ്ടുവച്ചാൽ ഇത് ടൈറ്റായിട്ട് ഇവിടെ നിന്നു. എന്തുകൊണ്ട്? എങ്ങനെ നിന്നു? അതിന്റെ കരുത്തെന്താണ്? ഈ കരുത്തെന്താണ്? ഇത് വാക്വമാണ്. കൈ അമർത്തി നടുവൊന്നിച്ചപ്പോൾ ചെറിയൊരു വാക്വം ഞാൻ ക്രിയേറ്റ് ചെയ്തത്.
4 ഭാഗം അമർത്തിയിട്ട് നടുമാത്രം ഒന്നിച്ചപ്പോ അതിൽ ചെറിയ ഒരു വാക്വം, ആ വാക്വത്തിലേക്ക് അന്തരീക്ഷ മർദ്ദം കൊണ്ടാണ് നിൽക്കുന്നത്. മനസ്സിലായോ? ഈ പ്രക്രിയ പുറത്തുള്ളതുപോലെ അകത്തുമുണ്ട്. എങ്ങനെയാണത്? നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ, നിങ്ങളൊരു വിവാഹത്തിന് ഒരു പെണ്ണ് കാണാൻ വേണ്ടി ഒരു കാര്യം പുറപ്പെടുമ്പോ വധുവിനെ കൊണ്ട് താമസിപ്പിക്കാൻ റൂമ് വേണ്ടേ? ആ റൂമ് തുറന്നു വെക്കുമ്പോ ഈ വധു വരാത്ത കാലത്തോളം ഇവൻ പെണ്ണിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. കാരണം ഇത് വേക്കന്റാണ്, അവന്റെ റൂമ് വേക്കന്റാണ്. ഇതേപോലെയാണ് ചോദ്യം വരനാണ്, ഉത്തരം വധുവാണ്. ചോദ്യം ചോദിക്കുമ്പോൾ വധുവിനെ സ്വീകരിക്കാൻ നിങ്ങളുടെ ഉള്ളിൽ ഈഗേർനെസ് എന്നൊരു വാക്വം ക്രിയേറ്റ് ചെയ്യും. എന്താണത് എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ സ്കൂൾ കൂട്ടിയപ്പോ നല്ലൊരു പാട്ട് കേട്ടു. ചില പാട്ടുകൾ ഒരു ദിവസം മുഴുവൻ നടക്കും അല്ലേ? പാട്ടൊന്നും അറിയാതെ പോകും. ആ പാട്ട് നിങ്ങളുടെ കൂട്ടുകാരിയോട് പറയണം. പിറ്റേന്ന് കോളേജിലെത്തിയ ഉടനെ അടിപൊളി ഒരു പാട്ട്, ഗംഭീര പാട്ടാണ്. ഏതാ പാട്ട്? അല്ലേ? ഒരു ദിവസം മുഴുവൻ നടന്ന പാട്ടായിരിക്കും. പക്ഷെ പിറ്റേന്ന് ഡിലീറ്റ് ചെയ്തു, മറന്നുപോയി. അപ്പോ പിന്നെ കുറേ ആലോചിച്ചു, അയാളോട് എത്തുന്നുണ്ട്, കിട്ടുന്നില്ലല്ലോ. പിന്നെ കോളേജിൽ ബെല്ലടിച്ചു, നിങ്ങൾ ആ വിഷയം ക്ലാസ്സിൽ കയറി. ക്ലാസ്സിൽ കെമിസ്ട്രിയോ ഫിസിക്സോ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാണ്ട് ടെക്ക് എന്ന് പറഞ്ഞ പാട്ട് വരും. എങ്ങനെയാ വന്നാൽ നിങ്ങളെ വീട്ടിൽ ആലോചിച്ചിട്ടേയില്ല. അത് ചോദ്യം ചോദിച്ചിട്ടാൽ മനസ്സ് സെൽഫ് സെർച്ച് ചെയ്ത് നടക്കും. പാട്ടേതാ പെട്ടെന്ന് കിട്ടി, ആവേശത്തിലെ തോന്നിയാസിയാവണം എന്നുള്ള പാട്ടാണ്. കിട്ടില്ലേ? ആവേശത്തിൽ പുതിയ പാട്ട് കേട്ടില്ലേ? തോന്നിയാസിയാവണം. അച്ഛനും അമ്മയും മാത്രം പറഞ്ഞുള്ള ഒരു പാട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ തലച്ചോറിൽ ഈ വാക്വം ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെ? ചോദ്യം ചോദിക്കുക. ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി ആരാ പറയുക? മാഷ് പറഞ്ഞ കണക്ക് തെറ്റാന്ന് പറഞ്ഞാൽ മാഷ് സ്കൂളിൽ കണക്ക് പഠിപ്പിച്ചു 1 1 2 2 1 3. അപ്പൊ ഈ പയ്യൻ പറഞ്ഞു ഒരു പുഴ അന്നു വരുന്നു, ഒരു പുഴ ഇങ്ങോട്ട് വരുന്നു. 2 പുഴ ഒന്നിച്ച് ചേർന്നാൽ പിന്നെ 2 പുഴ ഇല്ലാതില്ല. ഒന്നും ചേർന്നാൽ ഇമ്മടി വലിയ ഒന്നിന് എന്ന് പറഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി. അറിയാമോ? മാഷ് പറഞ്ഞ കണക്ക് തെറ്റാന്ന് പറഞ്ഞു അല്ലേ? മോന്റെ പേരെന്താ? ശ്രീഹരി. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്ന? 10ലെത്തി അല്ലേ? 10. എക്കണോമിക്സ് 10 തമ്മിൽ എന്താ അറിയാമോ? ആർക്കും അറിയാം. എക്കണോമിക്സ് പഠിച്ചു വരുന്ന എക്കണോമിക്സും 10 തമ്മിലൊരു ബന്ധമുണ്ട്. എക്കണോമിക്സ് വളരുന്നത് 10ന്റെ വിരുദ്ധങ്ങളായിട്ടാണ്. അതുകൊണ്ടാണ് സമ്പത്ത് എന്ന് പറയുന്നത്. സമ്പത്തില്ലേ? സമ്പത്ത് പിടിക്കുക, സമ്പത്ത്. അപ്പൊ ശ്രീഹരി 1 2 3 എന്നുള്ള നമ്പർ 1ആണോ വലുത് 2ആണോ വലുത്? 2 അല്ലേ? ശ്രീഹരിന്റെ അച്ഛനത്ര മക്കളുണ്ട്? 2 അല്ലേ? 1ാമത്തെ ആളാരാ? നീ. 2ാമത്തോ? അനിയത്തി. ആരാ വലുത്? അപ്പൊ 1അല്ലേ വലുത്? അപ്പൊ സ്കൂൾ തുറന്ന ഉടനെ പോയി ചോദിക്കണം. വീട്ടിലെത്തുമ്പോൾ 1 സ്കൂളിലെത്തുമ്പോൾ 2 അതുകൊണ്ടാണ് ചോദിക്കണം. ഉത്തരം കേട്ടു, പക്ഷെ അത് ചോദിക്കണ്ടേ? കൺഫ്യൂഷൻ ഉണ്ടാവണം. അതിനാണ് ഞാൻ ചോദിച്ചു. കൺഫ്യൂഷനിൽ നിന്ന് ഫ്യൂഷനിലെത്തുന്നു. കൺഫ്യൂഷനുകളാണ് ഈ ലോകത്തെ മാറ്റിയത്. നമ്മുടെ രാജ്യം തകർന്നു പോയതിന്റെ കാരണം അറിയുമോ? കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ആളുകളില്ല. എല്ലാവരും അറിയാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം നടക്കുന്നവരാ. കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് 1000 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. എന്നിട്ട് നമ്മൾ പട്ടിണി റാങ്കിങ്ങിൽ 111 സ്ഥാനത്ത്. എന്തുകൊണ്ട് പറ്റി? നമ്മൾ ഉത്തരം മാത്രം പഠിച്ചു. സൂര്യൻ ഭൂമിയെ ചുറ്റുമോ എന്ന് പഠിച്ചപ്പോ അത് ചോദ്യം ചെയ്യാൻ ആരുണ്ടായില്ല. ഭൂമി പരന്നതാണെന്ന് പറഞ്ഞപ്പോ ചോദ്യം ചെയ്യാൻ ആരുണ്ടായില്ല. കാരണം ഗുരുക്കന്മാർ പറഞ്ഞത് കേട്ട് നടക്കലായിരുന്നു നമ്മുടെ പണി.
അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചിന്തിച്ചിട്ടില്ല. നിങ്ങൾക്ക് ബോധ്യമാവാത്ത ഒരറിവ് ആര് പറഞ്ഞാലും കേൾക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ബോധ്യമാവും. സ്വന്തമാ ബുദ്ധിയില്ലാത്തവൻ അന്തമെന്നെ പതിക്കിലും ശാസ്ത്രാർത്ഥമറിയ കയ്യിൽ കറിസ്വാദ് കണക്കിനെ അറിയുന്നുണ്ട്. സ്വന്തമായ ബുദ്ധിയില്ലാത്തവൻ അറ്റമില്ലാതെ പഠിച്ചിട്ട് കാര്യമില്ല. ഇതുപോലെ കയ്യിൽ കറിസ്വാദ് കണക്കിന്, കയ്യിലെന്താണെന്നറിയാമോ? സ്പൂണിൽ തവിയില്ല, അതിന് കയ്യിൽ നല്ലതാണ് പറയാം. എല്ലാ കറിയും മുക്കി തുടങ്ങുന്ന കയ്യിൽ ഇതുവരെ ഒരു കറിയുടെ ടേസ്റ്റും മനസ്സിലായിട്ടില്ല. നിങ്ങൾ കയ്യിലാവരുത്. എക്കണോമിക്സ് വളർന്നു, ഫിസിക്സ് വളർന്നു, കെമിസ്ട്രി വളർന്നു, ഇതിൻ്റെ ഒന്നും ടേസ്റ്റ് അറിയില്ലെങ്കിൽ എന്തിനാ? ഇംഗ്ലീഷ് മാസങ്ങൾ 12 ഉണ്ടായിരുന്നില്ല, 10 ഉണ്ടായിരുന്നു. അതറിയാമോ? ഇംഗ്ലീഷ് മാസങ്ങൾ 10 ഉണ്ടായിരുന്നു. ജൂലിയസ് സീസറിന്റെ കാലത്താണ് 12 മാസം ഉണ്ടായത്. ചാന്ദ്രമാസം ആരംഭിച്ചത്. ചന്ദ്രന് മോണെന്നല്ലേ പറയുക. മൂന്ന് ഭൂമിയെ ചുറ്റുന്നത്, അങ്ങനെയാണ് മൂന്ന്, അതാ മന്ത് എന്ന് പേര് വന്നത്. മനസ്സിലായോ? മാസത്തിന്. അപ്പൊ 12 മാസം ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോ 2 മാസത്തിന് പുതിയ പേര് വേണ്ടേ? അപ്പൊ ജൂലിയസ് സീസർ പറഞ്ഞു എന്റെ പേര് 1 മാസത്തിന്, അതാ ജൂലൈ. ആഗസ്റ്റ് സീസർ പറഞ്ഞു 1 മാസത്തിന് എന്റെ പേരെടുക്കണം, ആഗസ്റ്റ്. അപ്പൊ ജൂലൈ ആഗസ്റ്റ് വരുന്നതിന് മുമ്പേ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 6 മാസം. 7 മാസം ഏതാ 7 മാസം? സെപ്റ്റംബർ. സപ്തം 7 എങ്ങനെയാണ് മനസ്സിലായത്? 8 മാസം അക്ടോബർ. 9 മാസം നവംബർ. 9 നവംബർ. 10 മാസം ഡിസംബർ. 10 ഡിസംബർ. പിടികിട്ടിയോ? അന്വേഷിക്കണം. എന്താണ്, എങ്ങനെയാണ് എന്ന് അന്വേഷിക്കണം. ഞാൻ മിക്ക ഹിന്ദു കുടുംബങ്ങളിൽ ചോദിക്കാറുണ്ട്, ജനിച്ചു കഴിഞ്ഞാൽ എത്രാമത്തെ ദിവസം പേര് വിളിക്കുക? എത്രാമത്തെ ദിവസം പേര് വിളിക്കുക? ആർക്കും പറയാമോ? എത്രാമത്തെ ദിവസം ഒരു കുട്ടിക്ക് ഹിന്ദു കുടുംബങ്ങളിൽ പേര് വിളിക്കുക? 28 അല്ലേ? 28ന്റെ കണക്കറിയാമോ? അത് 28 കൃത്യമായി കണക്കുണ്ട്. പണ്ട് നമുക്ക് ഡേറ്റ് ഉണ്ടായിരുന്നില്ല, അറിയാമോ? നമുക്ക് ഡേറ്റ് ഉണ്ടായിരുന്നില്ല, നമുക്ക് സ്റ്റാറേ ഉണ്ടായിരുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല, സ്റ്റാർ പുറത്താണ്. അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രം. അപ്പൊ ഒരു കുട്ടീന്റെ ജന്മനക്ഷത്രം ഫസ്റ്റിൽ വരെ 28ാമത്തെ ദിവസം അന്ന് പേര് വിളിക്കും. മനസ്സിലായോ? അതാണ്. പക്ഷേ പലർക്കും അറിയില്ല. എന്താണെന്നറിയില്ല. ഈ 27 ദിവസം കൊണ്ട് നമ്മൾ കഴിഞ്ഞ അറിയോ? 12 മാസം 27 ദിവസം കുറിച്ച് അത്ര ദിവസമല്ല, 324 ദിവസം കിട്ടും ഒരു കൊല്ലത്തിന്. 324 ദിവസം. പക്ഷെ കണക്ക് പ്രകാരം 365 വേണ്ടേ? ഇത് ടാലിയാകുന്നില്ല. ഇത് ടാലിയാകുന്നില്ല. AD 825 ടാലിയാക്കിയേ. AD 825 മുമ്പ് നമുക്ക് കലണ്ടർ ഇല്ല. നമ്മൾ ഈ നക്ഷത്രം കൊണ്ട് നടപ്പാൻ AD 825 കൊല്ലത്ത് വെച്ചിട്ട് ഒരു കലണ്ടർ ഉണ്ടാക്കി. അന്ന് മുതലാണ് നമുക്ക് കൊല്ലവർഷം ആരംഭിച്ചത്. അതാ കൊല്ലവർഷം കണ്ടില്ലേ കലണ്ടർ? കൊല്ലത്തിൽ ഉണ്ടാക്കിയ വർഷമാണ്. AD 825 മുമ്പ് 324 ദിവസങ്ങളും നമ്മളൊരു കൊല്ലത്തിന്. അപ്പൊ 365 ദിവസം കണ്ടെത്തിയപ്പോ ഇത് കാര്യമാക്കാൻ വേണ്ടി ഭൂമിയുടെ സൂര്യനെ ചുറ്റുന്ന മണ്ഡലം ഉണ്ടല്ലോ, വട്ടം പൂർത്തീകരിക്കാൻ എത്ര ദിവസത്തിന്റെ കുറവുണ്ട്? 365 മൈനസ് 324 സമം 41. മണ്ഡലം പൂർത്തീകരിക്കാൻ 41 ദിവസത്തിന്റെ കുറവുണ്ട്. അതാ മണ്ഡലകാലം 41. മനസ്സിലായി? 41 ദിവസത്തെ കുറവില്ലേ മണ്ഡലകാലം? മണ്ഡലത്തിന്റെ കണക്ക് 41 വന്നെങ്ങനെയാണ് മനസ്സിലായത്? എല്ലാത്തിനും കണക്കുണ്ട്. ഈ കണക്ക് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ആരോ പറഞ്ഞത് കേട്ടു. നമ്മുടെ ബുദ്ധിയെ എക്സ്പ്ലോർ ചെയ്യണം. പക്ഷെ നമ്മളെല്ലാം തലയിൽ വരച്ച പോലെ വരും. നമുക്ക് ജോലി മതി, നമുക്ക് ഭക്ഷണം മതി. മനുഷ്യനായില്ല, ജോലി ചെയ്യണം. പക്ഷെ അതിനപ്പുറത്ത് പുതിയതെന്തെങ്കിലും കണ്ടെത്തണം, പുതിയതെന്തെങ്കിലും ചിന്തിക്കണം. ചിന്ത വളരണം. ചിന്തയും ആണ് പുതിയ ന്യൂ ജനറേഷൻ ചിന്തക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമുക്ക് നോക്കാം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി ദയാഭായി എന്ന് പറയുന്ന ഒരു സ്ത്രീ നിരാഹാരം കിടന്നിരുന്നു.
ലോകമറിയപ്പെടുന്ന മനുഷ്യാവകാശ പ്രവർത്തകയാണ്. അവർ നിരാഹാരം കിടക്കുമ്പോൾ ഞാൻ 30 വയസ്സിൽ താഴെയുള്ള യൂത്തിന്റെ മുഴുവൻ സോഷ്യൽ മീഡിയ സ്റ്റാറ്റസുകളും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും മൊത്തം പരിശോധിച്ചു. ഇങ്ങനൊരു സംഭവം കണ്ടതായി നടിച്ചിട്ടില്ല കേരളത്തിൽ. യുവത്വം ദയാഭായി ആർക്കും അറിയില്ല, അവരെ പറ്റി അന്വേഷിക്കില്ല. കാരണം അവർക്ക് ചിന്തയുണ്ട്, അവർ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, അവർ പറയുന്ന എല്ലാ കാര്യമാണ്. എന്നാൽ ഈ കൊച്ചിയിൽ 2 മാസം കഴിഞ്ഞപ്പോ മറ്റൊരു സ്ത്രീ വന്നു. ആ സ്ത്രീയെ കാണാൻ കേരളത്തിൽ എല്ലാ ഭാഗത്തും മോട്ടോർ ബൈക്കിലും കാറിലുമായിട്ട് 2 ലക്ഷം രൂപ. ആരായിരിക്കും അവരെ കാണാൻ വന്നത്? സണ്ണി ലിയോണാണ് വന്നത്. സണ്ണി ലിയോയുടെ ചിന്തയില്ല, ദയാഭായിക്ക് ചിന്തയുണ്ട്. അപ്പോ കേരളത്തിലെ യുവാക്കള് ചിന്തക്കാണോ, വള്ളി മാറ്റിയ ചിന്തക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത് അറിയിക്കും. ചിന്ത എഴുതിയിട്ട് വള്ളി എടുത്തിട്ട് അപ്പുറത്തെ അക്ഷരത്തിൽ മാറ്റിയിട്ട് കുലിക്ക് നൃത്തം ചെയ്യും സണ്ണി ലിയോൺ. അതുകൊണ്ടാണ് കേരളത്തിൽ യുവത്വം ഇങ്ങോട്ട് പോയി ചിന്തക്കല്ല പ്രാധാന്യം കൊടുത്തത്, വള്ളി മാറ്റിയ ചിന്തക്കാണ് പ്രാധാന്യം കൊടുത്തത്. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ പഠിക്കുക, നമ്മൾ ചിന്തിക്കുക, എക്സ്പ്ലോർ ചെയ്യുക. ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണ്. നിങ്ങളുടെ പഠനം എന്ന് പറയുന്നത് ഇനി ശ്രദ്ധിച്ചോ. ഡ്രൈവിംഗിന്റെ പ്രത്യേകത ചെയ്യേണ്ട പണി ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യണം. പക്ഷെ നമ്മുടെ ഇന്നത്തെ ഇന്ത്യൻ യുവത്വത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണെന്ന് പറയാം, ലാസ്റ്റ് മിനിറ്റിനെ റെഡിയാകും, നേരത്തെ ചെയ്യില്ല. ഇതാണ് നമ്മൾ തകർക്കുന്നത്. ഫസ്റ്റ് സെമസ്റ്റർ ചെയ്യേണ്ടത് ലാസ്റ്റ് സെമസ്റ്റർ ചെയ്യും. കാര്യമുണ്ടാവും? കാര്യമില്ല. അതുകൊണ്ട് ചെയ്യേണ്ട പണി ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യാം. ഇപ്പോഴാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഏത് കോഴ്സ്, ഏത് കോളേജ് എന്നതിനെ പറ്റി നന്നായി പഠിക്കുക. ആ പഠനത്തിനാണ് ഇന്നിവിടെ ക്ലാസ് നിങ്ങൾ ഉപകരിക്കുക. ഇന്നിവിടെ നിങ്ങൾ കോളേജിനെ പറ്റി പഠിക്കണം, എല്ലാം പഠിക്കണം. ഞാൻ എൻ്റെ മോൻ +2 കഴിഞ്ഞല്ലോ. അവൻ ഇവിടെ ചേരണമെന്നതിനെ പറ്റിയിട്ട് ഞാൻ പരീക്ഷ എഴുതുന്നതിന് മുമ്പേ അതിനോട് അന്വേഷിക്കാൻ പറഞ്ഞു. ഞാൻ അന്വേഷിച്ചില്ല, നീ അന്വേഷിക്കും. നിനക്ക് പറ്റിയതേതാണ്? പറ്റിയത് ആഗ്രഹമല്ല കോഴ്സ് തിരഞ്ഞെടുക്കാൻ കാരണം. 1, ഞാൻ എന്താണെന്ന് പഠിക്കണം, എനിക്ക് എത്രത്തോളം കഴിവുണ്ട്. 2, ഈ കോഴ്സിനെ കൊണ്ട് എനിക്കത് ഗുണമുണ്ട്. 3, ഈ കോഴ്സ് എടുത്താൽ എനിക്കത് വിജയിക്കാൻ പറ്റുമോ. 4, ആ കോഴ്സിനെ കൊണ്ട് തൊഴിൽ സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങൾ ആലോചിച്ചിട്ട് എന്റെ മകൾ കണ്ടെത്തിയത് ഹരിയാനയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു കോളേജുണ്ട്. അവിടെയാണ് എനിക്ക് പഠിക്കേണ്ടത്. നമ്മൾ കണ്ടെത്തി, അവരന്വേഷിച്ച് കണ്ടെത്തി. ശരി, CUET പരീക്ഷ 4 എഴുതുക. ആ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കം ഞാൻ ചെയ്തു. അവൻ കണ്ടെത്തി. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ക്ലാസ് എടുക്കാൻ പോകുന്ന ആളാ, ഇന്ന കോഴ്സ് കൊടുത്തു. ഞാൻ പറഞ്ഞില്ല, നിനക്കെന്താ വേണ്ടത് നീ കണ്ടെത്തുക. കാരണം നിങ്ങൾ 18 വയസ്സായതാണ്. നിങ്ങൾക്ക് വോട്ടവകാശത്തിനായി സ്വന്തമായ ബുദ്ധിയുണ്ട്. നിങ്ങളുടെ കോഴ്സിനെ പറ്റിയിട്ട്, നിങ്ങളുടെ വഴിയെ പറ്റിയിട്ട് അച്ഛനോടും അമ്മയോടും അധ്യാപകരോടും ഒന്ന് മെന്റർ ചെയ്യാം. അല്ലാതെ അധ്യാപകർ ഓടിക്കുന്ന വണ്ടിയിൽ നിങ്ങൾ യാത്ര ചെയ്യരുത്, അച്ഛനും അമ്മയും ഓടിക്കുന്ന വണ്ടിയിൽ നിങ്ങൾ യാത്ര ചെയ്യരുത്. എന്ന് നിങ്ങൾ നിങ്ങളുടെ വണ്ടി സ്വന്തമായി ഓടിക്കുക. അങ്ങനെ ഇച്ഛാശക്തിയോടുകൂടി പോകുമ്പോൾ നിങ്ങളുടെ അലസതയാണ് നിങ്ങളെന്ന് നയിക്കുന്നത്. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചിട്ട് അത്രയായിട്ടുള്ളൂ എങ്കിലും അമേരിക്കക്കാർ ഭയങ്കരന്മാരായി. നമ്മൾ പുറകോട്ട് പോയി. എന്തുകൊണ്ടാണെന്നറിയോ? അമേരിക്കക്കാരുടെ സ്വഭാവം അമേരിക്കൻ എന്ന് എഴുതിയിട്ട് അവസാനത്തെ 4 അക്ഷരമാണ്. അമേരിക്കൻ എന്ന് എഴുതിയ അവസാനത്തെ 4 അക്ഷരമാണ് നമ്മുടെ സ്വഭാവം. എന്താ? ഐ ക്യാൻ, AMERICAN, ഐ ക്യാൻ. നമ്മളെ സ്വഭാവം ഇന്ത്യയിലെ അവസാനത്തെ 2 അക്ഷരമാണ്. IND, IA. ഇന്ന് വേണ്ട, അയ്യേ അത് വേണ്ട, അയ്യേ ഇപ്പൊ വേണ്ട. ഇതാണ് അയ്യേ. അയ്യേ എന്നതിൽ നിന്നും ഐ ക്യാനിലേക്ക് നിങ്ങൾ മനസ്സിലായില്ല. അങ്ങനെ മാറാൻ നിങ്ങൾക്ക് ഈ കോഴ്സ് കൊണ്ട്, ഈ ഇന്നത്തെ ഈ പരിശീലനം കൊണ്ട് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും ഒരു മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനം ഞാൻ ആ ക്യാമ്പസിനെ കണ്ടു. ഒരു അത്ഭുതത്തോടുകൂടിയാണ് ഞാൻ കണ്ടത്. അതിമനോഹരമായ അതിൻ്റെ വാക്യമൂടികൾ കണ്ടപ്പോൾ ആന്തരികമായിട്ട് എത്രത്തോളം ഉൾമുഴക്കമുണ്ടെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞു. ടീച്ചറുടെ ക്ലാസ്സിലൂടെ അത് കൂടുതൽ വ്യക്തമായി.
അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്ഥാപനം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോഴ്സ് സംഘടിപ്പിച്ചതിൽ അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ആ കോഴ്സിൽ പങ്കെടുത്ത നിങ്ങളെ +2 SSLC എല്ലാം വിജയിച്ചു നിങ്ങളെ എല്ലാം അഭിനന്ദിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചതിനും എന്നെ കേട്ടതിനും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.